ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എൻ വാസുവിനെതിരായ സാക്ഷിമൊഴികൾ അതുപോലെ തന്നെ തെളിവുകളെല്ലാം അത്രമേൽ ശക്തമായിരുന്നു. ആ നിലയിലാണ് അന്വേഷണ സംഘം വാസുവിനെതിരെയുള്ള അന്വേഷണം നീങ്ങിയതും ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നതും. അതിനുശേഷം എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കി ആ കോടതിയിൽ നിന്ന് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി എൻ വാസുവിനെ ചോദ്യം ചെയ്യലിന് എൻ വാസുവിൽ നിന്നും ലഭിക്കുന്ന നിർണായകമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാൻ. നന്ദുഷ, റിമാൻഡ് ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ. 14 ദിവസത്തേക്കാണ് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരിക്കും റിമാൻഡ് എന്നാണ് അറിയിക്കുന്നത്. അതിനുശേഷം പിന്നീട് റിമാൻഡ് കാലാവധി പൂർത്തിയായതിനു ശേഷമായിരിക്കും SIT സംഘം കസ്റ്റഡി അപേക്ഷ നൽകുക എന്നും അറിയിച്ചിട്ടുണ്ട്. അതിന് കസ്റ്റഡി അപേക്ഷയുടെ അതിനുശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി വാസുവിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുക. ഏതായാലും മുൻപ് അറസ്റ്റിലായ ദേവസ്വം ഉദ്യോഗസ്ഥർ, അതായത് മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്താണ് ശബരിമല ശ്രീകോവിലിലെ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ച നടന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരം മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുണ്ട്. ഈ തെളിവുകളുടെ അല്ലെങ്കിൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ SIT സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. മുൻപേ തന്നെ എൻ വാസുവിനെ SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. മൊഴികളുടെ പൊരുത്തക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എൻ വാസുവിന്റെ ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത്. ഏതായാലും ഇപ്പോൾ നിലവിൽ SIT സംഘം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, സന്തോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള.